നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം സ്വദേശി ശില്പയാണ് സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയത്. ജോലിക്ക് പോകാൻ തടസ്സമായതിനാലാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ശില്പയുടെ മൊഴി. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ലക്ഷങ്ങളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം. 2 ജീവനക്കാരെ യൂണിവേഴ്സിറ്റി അധികൃതർ സസ്പെൻഡ് ചെയ്തു. മുറിച്ചു കടത്തിയ മരങ്ങൾ അലനല്ലൂർ പാലക്കാടിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ടയറുകളും സ്റ്റിക്കറുകളും കീറി നശിപ്പിച്ചു. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. വർണ്ണക്കാഴ്ചയൊരുക്കി കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പെയ്തിറങ്ങി. ആവേശം തീർത്ത് വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങളുടെ എഴുന്നള്ളിപ്പ്. മനം കവർന്ന മേളവിരുന്ന്. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചിറക്കത്തൂർ പൂരത്തിന് നാദവിസ്മയം തീർക്കാൻ ഇത്തവണയും മേളപ്രമാണിമാരുടെ നിര. വിശദമായ വാർത്തകൾ നോക്കാം. കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ ഒറ്റപ്പാലത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പയെയാണ് ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. സ്വന്തം കുഞ്ഞായ 11 മാസം പ്രായമുള്ള ശിഖന്യയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ശില്പയെ അറസ്റ്റ് ചെയ്തിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശില്പയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചും മൂക്കുപൊത്തി ശ്വാസം മുട്ടിച്ചും കൊന്നെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കൃത്യം നടന്നത് മാവേലിക്കര വെച്ചായതിനാൽ തുടരന്വേഷണത്തിനു വേണ്ടി കേസ് അവിടേക്ക് കൈമാറാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലെ വീട്ടിൽ നിന്നാണ് ശില്പയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. ജോലിക്ക് പോകുന്നത് തടസ്സമായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് ശില്പയുടെ മൊഴി. ശനിയാഴ്ച രാവിലെ 9-നാണ് മരിച്ച കൈക്കുഞ്ഞുമായി കാർമാർഗം ശില്പ പിരിഞ്ഞു കഴിയുന്ന അജ്മലിനെ കാണാൻ ഷൊർണൂരിലെത്തുന്നത്. അജ്മൽ ജോലി ചെയ്യുന്ന തിയേറ്ററിൽ കുഞ്ഞുമായി എത്തി ബഹളം വെച്ചിരുന്നു. പോലീസിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ആശുപത്രിയിലെ പരിശോധനയിൽ കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പേ മരിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ തിരുവിഴാംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് വിലമതിക്കാനാവാത്ത മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ 2 ജീവനക്കാരെ യൂണിവേഴ്സിറ്റി അധികൃതർ സസ്പെൻഡ് ചെയ്തു. മുറിച്ചു കടത്തിയ മരങ്ങൾ അലനല്ലൂർ പാലക്കാടിയിൽ നിന്ന് കണ്ടെത്തി പോലീസ് പിടിച്ചെടുത്തു. ഫാം സൂപ്പർവൈസർ മുഹമ്മദ് അലി പരുത്തിയിൽ, ജീവനക്കാരൻ റിയാസ് മോൻ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇരുവരും CPI അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ്. റിസർച്ച് സ്റ്റേഷൻ വളപ്പിലെ വനനിബിഡമായ C ബ്ലോക്കിലെ വീണുകിടക്കുന്നതും ഉണങ്ങിയതും അപകട ഭീഷണിയുള്ളതുമായ മരങ്ങൾ 3,02,700 രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു. ഈ മരങ്ങൾ മുറിക്കുന്ന കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത 11 വൻമരങ്ങളും മുറിച്ചു കടത്തിയെന്ന പ്രൊഫസറുടെ പരാതിയിലാണ് കേസെടുത്തത്. മരുത്, ആഞ്ഞിലി, വെന്തേക്ക്, പാല, താന്നി തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ലേലത്തിൽപ്പെടാത്ത മരങ്ങൾ മുറിച്ചതായി ജീവനക്കാരൻ പറഞ്ഞ പരാതി അന്വേഷിച്ചപ്പോഴാണ് 11 മരങ്ങൾ മുറിച്ചു കടത്തിയതായി കണ്ടെത്തിയത്. മരം ലേലത്തിനെടുത്ത അലനല്ലൂർ ചോലപ്പറമ്പിൽ സജിത്ത് മോൻ, സഹായികളായ ലുക്മാൻ, ഹുസൈൻ എന്നിവർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡിസംബർ 31-നും ഫെബ്രുവരി 4-നും ഇടയ്ക്കാണ് മരം മുറിച്ചു കടത്തിയിട്ടുള്ളത്. ഫാമിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയതെന്ന് കരുതുന്ന മരങ്ങൾ പാലക്കാടിയിൽ ഉണ്ടെന്നറിഞ്ഞ് ഫാം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് തൊണ്ടി പിടിച്ചെടുത്തു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂളിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിന്റെ ടയറുകളും സ്റ്റിക്കറുകളും കീറി നശിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MPയുടെ ലാഡ്സ് ഫണ്ടിൽ നിന്ന് സ്കൂളിന് അനുവദിച്ച പുതിയ ബസ്സാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 26-നാണ് സ്കൂളിന് ബസ് കൈമാറിയത്. സ്കൂളിൽ നിർത്തിയിട്ട ബസ്സിന്റെ ഒരു ഭാഗത്തെ സ്റ്റിക്കറുകൾ മുഴുവനായും പറിച്ചെടുത്ത നിലയിലാണ്. കൂടാതെ VK ശ്രീകണ്ഠൻ MPയുടെ പേരെഴുതിയ സ്റ്റിക്കറും പറിച്ചിട്ടുണ്ട്. ടയറുകളെല്ലാം കത്തികൊണ്ട് കീറി നശിപ്പിച്ച നിലയിലാണ്. വിവരമറിഞ്ഞ് ചെർപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P അക്ബർ അലി, നേതാക്കളായ KM ഇസ്ഹാഖ്, VG ദീപേഷ്, P സുബീഷ്, ഷമീർ ഇറക്കിങ്ങൽ തുടങ്ങിയവർ സ്കൂളിലെത്തി ബസ് പരിശോധിച്ചു. കുട്ടികളുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അനുവദിച്ച ബസ്സാണ് ഈ നിലയിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത് എന്നും ഹെഡ്മാസ്റ്റർക്കും പോലീസിനും പരാതി നൽകുമെന്നും
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അക്ബർ അലി പറഞ്ഞു. ഈ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ പ്രിയങ്കരനായ MP VK ശ്രീകണ്ഠന് അവരെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് കഴിഞ്ഞ 26-ാം തീയതി നവംബർ നമുക്കൊരു പുതിയ ബസ് അനുവദിച്ചു. 4 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ വാഹനം, ഈ പുത്തൻ വാഹനം ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം ഇതിലെ ടയറുകൾ കുത്തി കേടുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ്റെ പേര്, സ്റ്റിക്കറുകൾ, ആ പേര് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട് ചെർപ്പുളശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളിത് പറയുന്നത്. കാരണം നിരന്തരം ഒരു MP ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് നമുക്കൊരു ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ ഒരു ബസ് തന്നത്. ആ ബസ് സംരക്ഷിക്കേണ്ട കടമ ഈ സ്കൂൾ അധികൃതർക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരോട് പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഇത് MP-യുടെ പേര് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. VK ശ്രീകണ്ഠൻ MP-യുടെ പേരെല്ലാം അത് മാറ്റി, അപ്പുറത്തെ എല്ലാ സ്റ്റിക്കർ ഒക്കെ മാറ്റി. അത് സ്വാഭാവികമായിട്ടൊരു സ്റ്റിക്കർ ഇളകിയിരുത്ത പോലെ അല്ല, അത് ആരും മനഃപൂർവ്വം ചെയ്താണ്. ഏത് സാമൂഹ്യ വിരുദ്ധരാണ് അത് ചെയ്ത് ആ നീചപ്രവൃത്തി ചെയ്തിട്ടെങ്കിൽ അതിന് തക്കതായ അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ നൽകണമെന്നാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം. എമർജൻസി എക്സിറ്റുള്ള ഡോറ് അതിൻ്റെ ലോക്കും കേടുവരുത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമാണ്. അതല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിക്കർ ഇളക്കിയത് മാതിരി അല്ലത്, മനഃപൂർവ്വം ചെയ്ത പോലെയാണ്. ഇപ്പോൾ ഈ ടയറൊക്കെ കത്തിയിട്ട് വരഞ്ഞ പോലെയാണ് അത് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാതെ. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം അറിഞ്ഞതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇ രാജൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും ഹെഡ് മാസ്റ്റർ അറിയിച്ചു. അട്ടപ്പാടിയിൽ രോഗിയെ കമ്പിയിൽ കെട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം VK ശ്രീകണ്ഠൻ MP-ക്കെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. മണ്ണാർക്കാട് BJP പദയാത്രയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം. ചൊവ്വാഴ്ച രാത്രിയിൽ അട്ടപ്പാടി മേലെഭൂതിയാറിൽ നിന്ന് രോഗിയെ കമ്പിയിൽ കെട്ടി 1.5 കിലോമീറ്റർ ചുമന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ച ദാരുണ സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത്. ഭൂതിയാറിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദിശയുടെ ജില്ലാ ചെയർമാൻ MP ആണെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. VK ശ്രീകണ്ഠൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4,80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള റോഡ് ഗ്രാമീണ സഡക്ക് യോജനയിൽ 2018 അനുവദിച്ചു. 2020 അതിൻ്റെ പണി പൂർത്തീകരിച്ചു. 500 മീറ്റർ മേലെ ഭൂതിയാറിലേക്കുള്ള റോഡ് പണി പൂർത്തിയാക്കാതെ പണി അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ അതാത് ലോക്സഭാ മണ്ഡലത്തിൽ അതിൻ്റെ മോണിറ്ററിംഗ് ചെയ്യേണ്ടത് അതാത് MP-മാരാണ്. ദിശ എന്നുള്ള കമ്മിറ്റിയുണ്ട്. 42 കേന്ദ്ര പദ്ധതികൾ അതാത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചെയർമാനായിട്ടുള്ള MP-ക്കാണ്. ശ്രീകണ്ഠൻ പാലക്കാടിന് MP-ആയിട്ട് 5 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. മേലെ ഭൂതയാറിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ആശുപത്രികളിൽ എത്താൻ കഴിയാത്ത സാഹചര്യമുള്ള സമയത്ത് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച വരുന്ന സമയത്ത് ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠനെ ജയിപ്പിച്ചതാരാണെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം. ആ നന്ദി കഴിഞ്ഞ 5 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും CPM-നെതിരായിട്ടും ഒരക്ഷരം പറയാതെ ശ്രീകണ്ഠൻ തുടരുക. ആ ശ്രീകണ്ഠനും ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടാളും വാളയാറ് കഴിഞ്ഞാൽ ഒരേ മുന്നണിയുടെ ഭാഗമാണ്. അതിൻ്റെ തെളിവാണ് അട്ടപ്പാടിയിലെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക്. പെരിന്തൽമണ്ണയിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച 6 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. ആനമങ്ങാട് പരിയാപുരം സ്വദേശി കൊളച്ചാലിൽ ഷെഫീഖിനെയാണ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ കവർച്ചയുടെ മുഖ്യ സൂത്രധാരനടക്കം 6 പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പരാതിക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിവരം കവർച്ചാ സംഘത്തിന് കൈമാറിയത് ഷെഫീഖാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു പ്രതികളെ ചോദ്യം ചെയ്തതിലാണ് ഷെഫീഖിൻ്റെ പങ്ക് വ്യക്തമായത്. ഇതോടെ ഈ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. പൊതുസ്ഥലത്തെ തേക്ക് മരം മുറിച്ചു നീക്കിയതായി പരാതി. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പള്ളിപ്പടിയിലാണ് റോഡരികിലെ തേക്ക് മരം മുറിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് പള്ളിപ്പടിയിൽ റോഡരികിലെ തേക്കുമരം മുറിച്ചത്. മരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടി. ഇതോടെ മുറിച്ച തേക്ക് അവിടെ ഉപേക്ഷിച്ച് ജോലിക്കാർ മടങ്ങി. റോഡരികിലെ മരം മുറിച്ചു മാറ്റാൻ പരിസരവാസികൾ പഞ്ചായത്തിൽ നിവേദനം നൽകിയിരുന്നെങ്കിലും അന്തിമ തീരുമാനം എടുത്തിരുന്നില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു.
ഇതോടെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് അംഗം രവി അടിയത്തിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചെർക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ അരികിൽ പള്ളിപ്പടിയിലായിട്ട് ഇന്നലെ രാവിലെ ഒരു തേക്ക് മരം അനധികൃതമായി മുറിച്ചു മാറ്റുകയുണ്ടായി. പൊതുസ്ഥലത്ത് നിൽക്കുന്ന തേക്ക് മരം യാതൊരുവിധ അനുമതിയും കൂടാതെ സ്വകാര്യ വ്യക്തികൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിനെതിരെ നിരവധി ആളുകൾ അവിടെ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫോറസ്റ്റിലും ഒക്കെ ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പൊതുമുതൽ ഒരു അനുമതിയും കൂടാതെ പൊതുമുതൽ നശിപ്പിച്ചവരെയും അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും എത്രയും പെട്ടെന്ന് നിയമ നടപടിക്ക് വിധേയമാക്കണം, അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചെർപ്പശ്ശേരിയിൽ ഒറ്റപ്പാലം റോഡിലെ മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 75 കിലോയോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സ്ഥിരമായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ സഹായത്തോടെ മിന്നൽ പരിശോധന നടത്തിയതെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യ മാർക്കറ്റിലാണ് ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും മിന്നൽ പരിശോധന നടത്തിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ചൊവ്വാഴ്ച വൈകിട്ട് മാർക്കറ്റിലെത്തിയ ആരോഗ്യ വിഭാഗം വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മൊബൈൽ ലാബിൽ തത്സമയം പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ പഴക്കമുള്ള മത്സ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുകയും 75 കിലോയോളം പഴകിയ ചൂരമത്സ്യം പിടിച്ചെടുത്ത് നഗരസഭ മാലിന്യ നിർമ്മാർജ്ജന യാർഡിലെത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും തുടർ ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ക്ലീൻ സിറ്റി മാനേജർ സി മനോജ് കുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി.പി. ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. നമ്മൾ ചെർപ്പശ്ശേരി നഗരസഭയുടെ ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിച്ചു വരുന്ന AMH ഫിഷ് മാർക്കറ്റ്, അതിനെക്കുറിച്ച് നിരന്തരമായി പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പരാതികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നല്ല മീനല്ല വിറ്റുകൊണ്ടിരിക്കുന്നതെന്നും കഴിച്ച പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഛർദി വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വന്നുപെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ പരാതി വ്യാപകമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാസപരിശോധന കൂടി വേണമെന്ന് തോന്നിയതുകൊണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ കൂടി വിവരം അറിയിക്കുകയും ഷൊർണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അവരുടെ നേതൃത്വത്തിലുള്ള ടീമും മൊബൈൽ ലാബും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ചേർന്ന് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഈ പറഞ്ഞ മാർക്കറ്റ് പരിശോധന നടത്തുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവർ ശേഖരിച്ച മിക്കവാറും സാമ്പിളെല്ലാം തന്നെ മീൻ മോശം മീനായിരുന്നു. നല്ല ചീഞ്ഞതും അല്ലാത്തതൊക്കെ ആയിട്ട് അങ്ങനത്തെ വളരെ രീതിയിൽ മനുഷ്യ ഉപയോഗത്തിന് പറ്റാത്ത രീതിയിലുള്ള മോശം മീനുകളാണ് കൂടുതലും പിടിച്ചെടുത്തത്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലാതെ കണ്ടെത്തിയ മീനുകൾ ഇപ്പോൾ നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ബ്ലീച്ചിങ് പൗഡർ നശിപ്പിച്ചിട്ടുണ്ട്. നാളെ നമ്മളത് കുഴിച്ചു വിടാൻ വേണ്ടി പോവുകയാണ്. ഇതിനെ തുടർന്നടി എന്ന് പറയുന്നത് ഇതുപോലെ വരും ദിവസങ്ങളിലും ഇനി ഇതുപോലെ പരിശോധന ഉണ്ടാകും. കാരണം കൂടുതലായിട്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ പരാതി ഇത്രയും അധികം പരാതി വന്ന സ്ഥിതിക്ക് തുടർച്ചയായ ഇടവേളകളിൽ വീണ്ടും ഇതേപോലെ സംയുക്ത പരിശോധനയും അല്ലാതെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ സ്വന്തം പരിശോധന ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മുനിസിപ്പാലിറ്റിയും അവരും കൂടി ചേർന്നുള്ള സംയുക്ത പരിശോധന ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റുള്ള കടകളിലും വ്യാപകമായി ഇത്തരത്തിലുള്ള പല പരാതികളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, ഭക്ഷണം വിൽക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളിൽ പരാതികൾ വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തൊട്ട് കൃത്യമായ സ്ക്വാഡ് പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരോധിതമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നം, ഒറ്റത്തവണ ഉപയോഗം മാത്രമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടൗണിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ചേർന്നുള്ള പരിശോധന നമ്മുടെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രത്യേക സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. വർണ്ണക്കാഴ്ചയൊരുക്കി മംഗലാംകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പെയ്തിറങ്ങി. 3 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചതോടെ പൂരാവേശം തിരതല്ലി. പേരുകേട്ട ഗജവീരന്മാരും പൂതനും തിറയും മേളവും ആസ്വാദകർക്ക് വിരുന്നായി.
പരിയാനം പറ്റക്കാവിൽ പൊൻപ്രഭ ചൊരിഞ്ഞ് പൂരം പെയ്തിറങ്ങി. 3 ദേശക്കാരുടെ കുതിര, കാള, തേരി കളിപ്പിക്കലിനു ശേഷം വൈകിട്ട് വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങൾ ക്രമപ്രകാരം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. 5 ആനകൾ അണിനിരുന്ന വടക്കൻ പൂരത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. 7ാം ചന്തവുമായി എത്തിയ കിഴക്കൻ വേലയിൽ പാമ്പാടി രാജനും പടിഞ്ഞാറൻ പൂരത്തിന് പുതുപ്പള്ളി കേശവനും തിടമ്പേന്തി. ആദ്യം വടക്കൻ വേലയും തുടർന്ന് കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങളും ക്ഷേത്രത്തിലിറങ്ങി. പ്രമുഖ വാദ്യപ്രമാണിമാർ അണിനിരുന്ന പഞ്ചവാദ്യവും മേളവും പൂതൻ, തിറ, പൂക്കാവടി എന്നിവയും പൂരപ്രേമികൾക്ക് വിരുന്നൊരുക്കി. പകൽ പൂരത്തിനു ശേഷം കരിമരുന്ന് പ്രയോഗം, തായമ്പക എന്നിവയും ഉണ്ടായി. നൂറ്റിപ്പത്താമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. മാർച്ച് 2-3 തീയതികളിലാണ് പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. 110ാമത് പട്ടാമ്പി നേർച്ച വിപുലമായി ആഘോഷിക്കുന്നതിനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഉത്സവ നടത്തിപ്പുമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ക്രമീകരണങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ ജാതി മത വിഭാഗങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് നമ്മുടെ പഴയ IG ആയിരുന്ന P. സന്ധ്യ അവരുടെ ഒരു മെമ്മോറിയലിലെ പട്ടാമ്പി നേർച്ചയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന നേർച്ചയാണ്. അത് ഏറ്റവും നന്നായി അതിന് 110ാമത് നേർച്ച മാർച്ച് 2-3 തീയതികളിലായി ഏറ്റവും വിപുലമായിട്ട് തന്നെ നമുക്ക് നടത്തണം. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന് വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഈ നേർച്ച കഴിഞ്ഞതിന് ശേഷം നഗരസഭയുടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്ന് ഒരു വലിയ ഇവന്റ് നടന്നത് പോലും അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്രാവശ്യവും നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നൊരു സംശയം ഉണ്ടായില്ല. നേർച്ചയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഷൊർണൂർ DYSP PC ഹരിദാസ് പറഞ്ഞു. കൂറ്റനാട് നേർച്ച കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് നടന്നു. കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടായി, 2 കൂട്ടി അടിയുണ്ടായി, പരിക്കുണ്ടായി, പോലീസിനടക്കം പരിക്കിട്ട സംഭവം. പക്ഷെ ഇപ്രാവശ്യം വളരെ ഭംഗിയാക്കി ഒരു സംഭവം പോലും ഉണ്ടാവാതെ ഭംഗിയായിട്ട് അവസാനം. അപ്പോൾ നമുക്ക് ആ ജനങ്ങൾ തന്നെ ആ വലിയ പ്രൊസഷൻ വരുന്ന സമയത്ത് വണ്ടികളിൽ ക്രോസ് ചെയ്തു. പക്ഷെ ഒരു പ്രവർത്തകരും പോലും അത് തടയാനോ ഞാൻ ആ സംഘാടകരെ അല്ലെങ്കിൽ ആ പ്രവർത്തകരെ എന്താ പറയുക അവരുടെ എന്താ പറയുക നിശ്ചയദാർഢ്യം ഒരു പ്രവർത്തകരെ വണ്ടിയിൽ അടിക്കുകയെ എത്ര നമ്മുടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കോ മറ്റോ അവർ വരുന്നില്ല. അവർ കറക്റ്റായിട്ട്
ഞാൻ ഒരു ഉത്സവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. രാവിലെ കൊടിയേറ്റ സമയത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. നഗരത്തിലെ ഹോട്ടലുകളിൽ നേർച്ചയോടനുബന്ധിച്ച ദിവസങ്ങളിൽ പരിശോധന നടത്തും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ CCTV ക്യാമറകൾ വഴി നിരീക്ഷണം ശക്തമാക്കും. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിക്ക് പുറമെ 44 ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പരിപാടികൾ ഉണ്ടാകും. 100ഓളം ആനകൾ അണിനിരക്കുന്ന ഉത്സവമായതിനാൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പാലിക്കണം. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, സെക്രട്ടറി അലി പൂവത്തിങ്കൽ, ട്രഷറർ മുഹമ്മദ് മാനു, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനി ചിനക്കത്തൂർ പൂരം വിശേഷങ്ങൾ. ഈ വർഷത്തെ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് നാദവിസ്മയം തീർക്കാൻ മേളപ്രമാണിമാരുടെ കൂട്ടപ്പെരുക്കമുണ്ടാകും. പത്മശ്രീ പെരുവനൻ കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, ചേരാമല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങിയവരാണ് മേളങ്ങളുടെ അമരത്ത്. പൂരപ്രേമികൾക്ക് പെരുമയേറിയ മേളപ്രമാണിമാരെ ഒരേ വേദിയിൽ കാണണമെങ്കിൽ 24-ന് ചിനക്കത്തൂരിലെത്തിയാൽ മതി. 30 മണിക്കൂറിലേറെ നീളുന്ന വള്ളുവനാടൻ പെരുമയായ ചിനക്കത്തൂർ പൂരത്തിൽ ഇത്തവണ മേളത്തിന് പ്രാമാണ്യം വഹിക്കുന്നത് മേള രാജാക്കന്മാർ തന്നെയാണ്. 24-ന് ആഘോഷിക്കുന്ന പൂരത്തിൽ പെരുവനൻ കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങിയവരാണ് മേളങ്ങൾ നയിക്കുന്നത്. പൂരം ആഘോഷിക്കുന്ന 24-ന് രാവിലെ 6:30-ന് ഭഗവതിയുടെ ആറാട്ടിന് അകമ്പടിയായി ക്ഷേത്രത്തിൽ ദേവസ്വം ഒരുക്കുന്ന ആറാട്ടുമേളത്തിന് നേതൃത്വം നൽകുന്നത് പെരുവനം കുട്ടന്മാരാർ. പനമണ്ണ ശശിയും പെരുവനം ഗോപാലകൃഷ്ണനും കീഴൂട്ട് നന്ദനും ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടാകും. പൂരത്തിന് തെക്കുമംഗലം വടക്കുമംഗലം ദേശങ്ങൾ ഉൾപ്പെട്ട കിഴക്കഞ്ചേരിയുടെ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി വൈകിട്ടും പിറ്റേന്ന് പുലർച്ചെയും പാണ്ടിമേളം നയിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ പാറമക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളം പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടിയുടെ മേളത്തിലെ ഉപനായകൻ ചെറുശ്ശേരി കുട്ടന്മാരാരുമാണ്. ചൊവ്വല്ലൂർ മോഹനൻ, കിഴക്കൂട്ട് കണ്ണൻ, കിഴക്കൂട്ട് മനോജ്, നെട്ടിശ്ശേരി രാജേഷ്, ചെറുശ്ശേരി ദാസന്മാരാർ, കുമ്മത്ത് നന്ദനൻ ഉൾപ്പെടെയുള്ളവർ കിഴക്കൻനിരയുടെ മേളത്തിലുണ്ടാകും. ഒറ്റപ്പാലം, പാലപ്പുറം, മീറ്റ്ന, എറക്കോട്ടിരി, പല്ലാർമംഗലം ദേശങ്ങൾ ഉൾപ്പെട്ട പടിഞ്ഞാറഞ്ചേരിയുടെ എഴുന്നള്ളിപ്പിന് പൂരദിവസം വൈകിട്ടും പിറ്റേന്ന് പുലർച്ചെയും മേളം നയിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലെ തിരുവമ്പാടിയുടെ മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരാണ്. ചൊവ്വല്ലൂർ മോഹനവാര്യർ, ഇരിങ്ങപ്പുറം ബാബു, പല്ലശന രതീഷ്മാരാർ, പുതുക്കോട് അഭിലാഷ്മാരാർ, കിടങ്ങൂർ സനൂപ്, ചേലക്കര സൂര്യൻ, പനമണ്ണ മനോഹരൻ ഉൾപ്പെടെയുള്ളവർ പൂരത്തിൽ പടിഞ്ഞാറഞ്ചേരിയുടെ മേളനിരയിലുണ്ട്. ഇരുചേരികളിലായി 250-ൽ പരം കലാകാരന്മാർ ചേർന്നാണ് മേളം അവതരിപ്പിക്കുന്നത്. ദേശങ്ങളിലെ പഞ്ചവാദ്യങ്ങളിലും പ്രമുഖരുടെ നീണ്ട നിരയുണ്ടാകും. പരക്കാട്ട് തങ്കപ്പൻ, കുനിശ്ശേരി അനിയന്മാരാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, അയിലൂർ അനന്തനാരായണ ശർമ്മ, കുനിശ്ശേരി ചന്ദ്രൻ, നെല്ലുവായ് ശശി, തിരുവില്ലാമല രാജൻ, വെണ്ണിമല അനു, തിരുവില്ലാമല ഹരി, തിരുവില്ലാമല ജയൻ ഉൾപ്പെടെയുള്ളവരാണ് വിവിധ ദേശങ്ങളിൽ പഞ്ചവാദ്യം നയിക്കുന്നത്. മങ്കട നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കും മഞ്ഞളാംകുഴി അലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി. താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ MLA കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും കൈമാറി. ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് MLA ആവശ്യപ്പെട്ടു. മഞ്ഞളാംകുഴി അലി MLA 2023-24 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് മങ്കട മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കും കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയത്. മങ്കട മണ്ഡലത്തിലെ മങ്കട, അങ്ങാടിപ്പുറം, വലമ്പൂർ, പുഴക്കാട്രി, വടക്കാങ്ങര, കൂട്ടിലങ്ങാടി, കുറുവ, മൂർക്കനാട് എന്നീ 8 വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കുമുള്ള കമ്പ്യൂട്ടറുകൾ മഞ്ഞളാംകുഴി അലി MLA കൈമാറി. താലൂക്ക് ഓഫീസിലാണ് ചടങ്ങ് നടന്നത്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കമ്പ്യൂട്ടറുകൾ അനുവദിച്ചതെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. അവർക്ക് കമ്പ്യൂട്ടർ ഇല്ല, അവർക്ക് മൊബൈൽ ഫോൺ ഇല്ല, അവർക്ക് എഴുതാനും വായിക്കാനും കുറേശ്ശെ അറിയാവുള്ളൂ, അല്ലാതെ ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അവരെ സഹായിക്കാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഈ പരിപാടിക്ക് ഞാൻ മുന്നോട്ട് വന്നു. സാധാരണക്കാരായ എനിക്കറിയാം, ഈ വില്ലേജ് ഓഫീസിലൊക്കെ പോയി മടങ്ങി വന്നിട്ട് എന്നോട് കംപ്ലൈന്റ് പറയുന്നത്, കോൾക്കാട്ടി വില്ലേജ് എന്ന് പറയുന്ന കംപ്ലൈന്റ്, എല്ലാ വില്ലേജിലും കംപ്ലൈന്റ് പറയാം. നിങ്ങളെ കുട്ടിയല്ല ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ വില്ലേജിലും പറയും, കൂട്ടലങ്ങാടിയിലും പറയും, മങ്കടന്നും പറയും, ഒന്നും പറയും, എല്ലാ സ്ഥലത്തും പറയും. അവിടെ പോയി വില്ലേജ് ഓഫീസർ നാളെ കമ്പ്യൂട്ടർ ശരിയില്ല, അല്ലെ ഡൗൺ ആണ്, അങ്ങോട്ടാണ്, എന്ത് ഡൗൺ, എനിക്ക് എന്ത് ഡൗൺ ആണെന്നൊക്കെ ചോദിച്ചിട്ടൊരു കാര്യം.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും. സാധാരണക്കാരായ ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബന്ധപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ പഞ്ചായത്ത് സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടും അസൗകര്യങ്ങൾ കാരണവും ആളുകൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മുടങ്ങരുത്. പൊതുജനങ്ങൾ ജനപ്രതിനിധികളെ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നത് പതിവാണ്. സർക്കാർ ഓഫീസുകളിൽ കാലതാമസം വരുത്താതെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുക. അവരൊക്കെ ഉദ്ദേശം എപ്പോഴും ചെന്നപ്പോഴും കിട്ടും. നിങ്ങളൊന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർക്കുണ്ടല്ലോ നിങ്ങൾ വില്ലേജ് ഓഫീസേഴ്സിന് ഒരു പരിധി ഉണ്ടല്ലോ തരാനാണ് ചെയ്തു കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിലുണ്ടാണ് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൂ. നിങ്ങൾക്ക് എന്ത് ആവശ്യം സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നിറവേറ്റാൻ ഞങ്ങളെ കൊണ്ടുണ്ടാകും. പക്ഷെ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം മാത്രമാണ് എനിക്ക് കൊണ്ട് അപേക്ഷിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരണം. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെബീർ കറുമുക്കിൽ, തഹസിൽദാർ TK ഷാജി, LR തഹസിൽദാർ P രാജഗോപാൽ, RDO ഓഫീസ് സീനിയർ സൂപ്രണ്ട് ശ്രീകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ P മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. തേങ്ങ ചിരകുന്നതിനിടെ കഴുത്തിലെ ഷാൾ ഗ്രൈൻഡറിൽ കുടുങ്ങി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്ന SRK നഗർ വിജയമന്ദിരത്തിൽ കുട്ടപ്പൻ എന്ന വിജയരാഘവന്റെ ഭാര്യ 40-കാരിയായ രജിതയാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഇവരുടെ കഴുത്തിൽ ഷാൾ കുടുങ്ങി ഗുരുതര പരിക്കേറ്റത്. മീറ്റ്ന സെന്ററിൽ ഹോട്ടൽ നടത്തുകയാണ് ഭർത്താവ് വിജയരാഘവൻ. ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത്. സംഭവ സമയം ഭർത്താവ് വിജയരാഘവൻ പുറത്ത് പാത്രങ്ങൾ കഴുകുകയായിരുന്നു. രജിതയെ അന്വേഷിച്ച് അകത്തു വന്നപ്പോഴാണ് അപകടമുണ്ടായി അവശനിലയിൽ കിടക്കുന്നത് കണ്ടെത്തുന്നത്. കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന രജിത തിങ്കളാഴ്ച വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു. മണ്ണാർക്കാട് പെരുമ്പടാരി സെന്റ് ഡൊമിനിക് സ്പെഷ്യൽ സ്കൂളിൽ സെൻസറി റൂം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. TB നെടുങ്ങാടി ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്കൂളിൽ സെൻസറി റൂം ഒരുക്കിയത്. ഭിന്നശേഷിയുള്ള കുട്ടികളെ വിശദമായ വിലയിരുത്തൽ നടത്തി അവർക്ക് അനുയോജ്യമായ പാഠ്യപദ്ധതി കണ്ടും കേട്ടും സ്പർശിച്ചും ആകർഷകമായ രീതിയിൽ പരിശീലനം നൽകുന്നതിന് ഉതകുന്നതാണ് സെൻസറി റൂം. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഈ അവസ്ഥയിലായ ഭിന്നശേഷിക്കാരെ ഒപ്പം നിർത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉദ്ഘാടനം ചെയ്ത MLA പറഞ്ഞു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കൂളിൽ ഒരു സൗകര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിന് ഒരു സന്തോഷമാണ്. ഈ സ്കൂളിൽ നമ്മുടെ സാധാരണ സ്കൂളുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ സെൻസറി ക്ലാസ് റൂം നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഈ സെൻസറി ക്ലാസ് റൂമുകൾ. അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സജ്ജീകരിക്കാൻ ഇവിടെ TB നെടുങ്ങാടിയുടെ സ്മരണയിലുള്ള അവരുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ പുരുഷോത്തമനും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് സന്നദ്ധമായി മുന്നോട്ട് വന്നു. ട്രസ്റ്റ് സെക്രട്ടറി M പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നിമിഷങ്ങളാണ്. വാസ്തവത്തിൽ ആരുടേതൊന്നുമല്ലാത്ത ചെയ്യാത്തൊരു തെറ്റായ രൂപത്തിൽ ഒരുപക്ഷെ നാം പലരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമെന്ന്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന 151ഓളം കുട്ടികൾക്ക് വെളിച്ചം പകരുക, അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷം പകരുക, തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വലിയ ദൗത്യം ഇവരുടെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ്. ട്രസ്റ്റ് ചെയർപേഴ്സൺ വസന്തി B നെടുങ്ങാടി, ട്രസ്റ്റ് ട്രഷറർ T കൃഷ്ണദാസ്, ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ജോസി, പ്രിൻസിപ്പൽ സിസ്റ്റർ പൗളിൻ, സ്പീച്ച് തെറാപ്പിസ്റ്റ് കീർത്തന, PTA പ്രസിഡന്റ് ജോമി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ നടത്തി. തൂതയിൽ നിന്നും തുടങ്ങിയ ജാഥ എലിയപ്പറ്റയിൽ സമാപിച്ചു.
രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയം ഉയർത്തി SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി 21 പാലക്കാട് ജില്ലയിലെ സ്വീകരണത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ നടത്തിയത്. തൂതയിൽ നിന്നും തുടങ്ങിയ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം എലിയപ്പറ്റയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സൈദലവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. വിവിധയിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ ഹൈദ്രോസ് പട്ടാമ്പി, അസൈനാർ പാവുക്കോണം, ഷംസു തങ്ങൾ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം സെക്രട്ടറി ഹംസ തൂത, മണ്ഡലം ട്രഷറർ ഷെഫീഖ് ചമ്മൻകുഴി, ചെർപ്പശ്ശേരി മുനിസിപ്പൽ പ്രസിഡന്റ് അക്ബർ, നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുജീബ് മലയിൽ, ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാഫിർ മൂളൂർ, കോർഡിനേറ്റർ ചെർപ്പശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അലി എലിയപ്പറ്റ എന്നിവർ പങ്കെടുത്തു. ഭരണകൂടം തീരുമാനിക്കുന്നു അവർ എന്ത് കഴിക്കണമെന്ന്, ഭരണകൂടം തീരുമാനിക്കുന്നു അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഉടുക്കണം, എന്ത് പറയണമെന്ന്. ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ആ മനുഷ്യന് ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണഘടന അനുവദിച്ചു നൽകുന്ന മൗലികമായ അവകാശങ്ങളെ മുഴുവൻ ഹനിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു പൂർണ്ണമായ ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ എന്തു വില കൊടുത്തും തടയുക എന്നുള്ള വളരെ അവന്റെ ജനസംഖ്യാനുപാതികമായിട്ട് ഇന്ത്യ രാജ്യത്തെ വിഭവങ്ങൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ അതേമാതിരി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ സംവരണത്തിലൂടെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പരിഹാരം കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വലിയൊരു വിപ്ലവത്തിന് തയ്യാറെടുക്കുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ചെർപ്പശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മെഗാ ജോബ് ഫെയർ ബുധനാഴ്ച. 30ഓളം കമ്പനികളിൽ നിന്നായി 2000-ലധികം തൊഴിലവസരങ്ങളാണ് മെഗാ ജോബ് ഫെയറിൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെർപ്പശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച രാവിലെ ഐഡിയൽ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ആർട്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ഡിപ്ലോമ തുടങ്ങി വിവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പങ്കെടുക്കാവുന്നതാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, AM മോട്ടോഴ്സ്, AM വിങ്സ് ഹോണ്ട, എയർടെൽ, SBI ലൈഫ് തുടങ്ങി 30ഓളം പ്രമുഖ കമ്പനികളിലായി 2000ഓളം തൊഴിലവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് ജോബ് ഫെയർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിലവിൽ ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ബാധകമല്ല. ഉദ്യോഗാർത്ഥികൾ ചുരുങ്ങിയത് 8 CV-കൾ കയ്യിൽ കരുതേണ്ടതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച കോളേജിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയാവും. ഇപ്രാവശ്യം ഒരു അതിവിപുലമായ രീതിയിൽ, കാരണം നമുക്ക് 10,000-2000ഓളം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു സ്വാശ്രയ കോളേജ് എന്ന നിലക്ക് അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്ഥാപന മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫ് കൗൺസിലും തീരുമാനമെടുത്ത് പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ കീഴിൽ ഈ രീതിയിൽ ഒരു വിപുലമായ ജോബ് ഫെയർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബുധനാഴ്ച 10 മണിക്ക് പാലക്കാട് MP ശ്രീകണ്ഠൻ അദ്ദേഹം പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മാത്രവുമല്ല അതിൽ നമുക്ക് പ്രധാനപ്പെട്ട 10-30-ലധികം സർക്കാരിതര സ്ഥാപനങ്ങൾ 30-ലധികം സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും KTDC, AM മോട്ടോഴ്സ്, അതുപോലെ ICIC ബാങ്ക്, SBI ലൈഫ്, LIC, HDFC, മുത്തൂറ്റ് ഫിനാൻസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൽ വളരെ വിശദമായിട്ട് അതിൻ്റെ ലിസ്റ്റ് ഹ്രസ്വമായി നൽകിയിട്ടുണ്ട്. 32 സ്ഥാപനങ്ങളാണ് കൃത്യമായിട്ട് പങ്കെടുക്കുന്നത്. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ, ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാഡമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, പ്ലേസ്മെന്റ് ഓഫീസർ ഹാരിസ്, NSS പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് റഫീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ ഫെബ്രുവരി 21 ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ ബാങ്കിംഗ് സംവിധാനങ്ങളോടും കൂടിയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടും മാനേജ്മെന്റ് പ്രതിനിധികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് സഹകരണത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ ബുധനാഴ്ച രാവിലെ പെരിന്തൽമണ്ണയിൽ തുറക്കും. മണ്ണാർക്കാട് റോഡിൽ ഫയർ സ്റ്റേഷന് എതിർവശത്തെ TK ബിൽഡിംഗിലാണ് അർബൻ ഗ്രാമീണ സൊസൈറ്റിയുടെ പെരിന്തൽമണ്ണയിലെ ബ്രാഞ്ച് സജ്ജമാക്കിയിരിക്കുന്നത്.
ആരംഭിച്ച് 3 വർഷം പിന്നിടുമ്പോൾ പാലക്കാട് ജില്ലയിൽ 10 ബ്രാഞ്ചുകളായി അർബൻ ഗ്രാമീണ സൊസൈറ്റി ഉയർന്നിട്ടുണ്ട്. ജനങ്ങളിൽ വിശ്വാസമാർജിക്കാൻ സാധിച്ചതാണ് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ വളർച്ച സൂചിപ്പിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് കാരണം വളരെ പെട്ടെന്ന് തന്നെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ 10ഓളം ബ്രാഞ്ചുകളുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ധനകാര്യ സ്ഥാപനമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞത് സൊസൈറ്റിയുടെ വിവിധങ്ങളായ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ്. അപ്പോൾ ആ പദ്ധതികൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം സൊസൈറ്റിയെ സ്വീകരിക്കാൻ തയ്യാറായത്. അതുപോലെ ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സൊസൈറ്റി സമൂഹത്തിൽ നടത്തിയ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ ഇടപെടലുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പെരിന്തൽമണ്ണ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിക്കും. സ്ട്രോങ് റൂം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുൻ MLA വി ശശികുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകർ, ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന പാറക്കോട്ടിൽ ഉണ്ണി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. സ്വർണ്ണ പണയ വായ്പ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ബിസിനസ് ലോണുകൾ, മൈക്രോ ഫിനാൻസ്, മഹിളാ ജ്യോതി സ്കീം, യുജിൻ ചിട്ടി സമ്പാദ്യ പദ്ധതി തുടങ്ങിയ എല്ലാ ഇടപാടുകളും സേവനങ്ങളും അർബൻ ഗ്രാമീണ സൊസൈറ്റി ഗോൾഡ് ലോണിലൂടെ ലഭ്യമാകും. ഓരോ സ്കീമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 4% അഗ്രികൾച്ചർ ലോൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ 7% കിസാൻ ഗോൾഡ് ലോൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ 11% കാരുണ്യ പദ്ധതി, ഗോൾഡിൻ്റെ കാരുണ്യ ഗോൾഡ് ലോൺ പദ്ധതി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രാമിൻ്റെ മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം 90%, 90% വരെ വായ്പ ലഭ്യമാകുന്ന ബീമാ പദ്ധതി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പദ്ധതിക്ക് അനുസരിച്ചാണ് ഓരോന്നിൻ്റെയും പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് റേറ്റിന് 90% കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 18% പലിശ വരുന്നുണ്ട്. ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ K ശ്യാംകുമാർ, ഓപ്പറേഷൻസ് മാനേജർ M ഷബീർ അലി, മാർക്കറ്റിംഗ് ഹെഡ് M ഷമീർ അലി, പെരിന്തൽമണ്ണ ബ്രാഞ്ച് മാനേജർ T മുഹമ്മദ് ഇബ്രാഹിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം സ്വദേശി ശില്പയാണ് സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയത്. ജോലിക്ക് പോകാൻ തടസ്സമായതിനാലാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ശില്പയുടെ മൊഴി. മണർക്കാട് തിരുവിഴാംകുന്ന് ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ലക്ഷങ്ങളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം 2 ജീവനക്കാരെ യൂണിവേഴ്സിറ്റി അധികൃതർ സസ്പെൻഡ് ചെയ്തു. മുറിച്ചു കടത്തിയ മരങ്ങൾ അലനല്ലൂർ പാലക്കാടിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ടയറുകളും സ്റ്റിക്കറുകളും കീറി നശിപ്പിച്ചു. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. വർണ്ണക്കാഴ്ചയൊരുക്കി കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പെയ്തിറങ്ങി. ആവേശം തീർത്ത് വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങളുടെ എഴുന്നള്ളിപ്പ്. മനം കവർന്ന മേളവിരുന്ന്. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചിറക്കത്തൂർ പൂരത്തിന് നാദവിസ്മയം തീർക്കാൻ ഇത്തവണയും മേളപ്രമാണിമാരുടെ നിര. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.